ഇന്ന് വളർന്നു വന്നു കോസ്റ്റ്യൂം മസ്റ്റാണ് എല്ലാവരുടെയോ കൈകൊട്ടിക്കളിയുടെ ഭംഗി വരുള്ളൂ. തരക്കേടില്ലാത്ത വളരെ നല്ലത് തന്നെയായ ഒരു ഡാൻസർ തന്നെയാണ് നമ്മുടെ എല്ലാം ജാനകി. സമ്മതിക്കാതെ വയ്യ. ഇന്ന് അവരുടെ സംസാരം കുറച്ച് നമുക്ക് കേൾക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് കേൾക്കൂ. ആരും കളിയാക്കണ്ട. കൈകൊട്ടിക്കളിയുടെ ഭംഗി വരുള്ളൂ അറിയാം. പക്ഷെ അതിന്റെ പേര് ഞാൻ പറഞ്ഞ കളിക്കുന്നില്ല. ബോഡി ഭയങ്കര വീക്കാണ്, ഛർദിയും കൂടെ പോന്ന് പറഞ്ഞു. അന്ന് ചേച്ചി കളിക്കണ്ട, വന്നിരുന്നാ മതി എന്ന് പറഞ്ഞു പിള്ളേര്. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഡ്രസ്സ് മാറാതെ ഇരിക്കുമ്പോൾ കമ്മിറ്റിക്കാർ നമ്മളെ അടുത്തേക്ക് പരിപാടി ടൈമായി വരാൻ പറഞ്ഞു വിളിച്ചു. അവിടെ ചെന്ന് നിന്നപ്പോ കമ്മിറ്റിക്കാരെന്നെ കണ്ടപ്പോ എന്താ ജാനകി, അങ്ങനെ തന്നെ വിളിക്കുക, എന്താ ജാനകി ഒരുങ്ങാത്തേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ പനിയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പനിയാണോ, അപ്പൊ ഒന്ന് കളിക്കില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കളിക്കാൻ ചാൻസ് കുറവാ, ഭയങ്കര വീക്കാണ് ബോഡി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു സ്ലാങ്ങിൽ നമ്മളോട് പറയാണ്, കട്ടയം പടെടുത്ത് മടക്കി വിട്ടോ, ട്രാവലറിലെ വന്നത്, ജാനകിയുടെ കളിയില്ലെങ്കിൽ ആരും കളിക്കണം, പ്രോഗ്രാം നമുക്ക് കാണണമെന്നില്ല, ഷോ കാണണമെന്നില്ല, ഞങ്ങൾ ആരെങ്കിലും കമ്മിറ്റിക്കാരെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പിരിച്ചു വിട്ടോളാം. അപ്പൊ കളിസ്ഥലം വേറെ സ്ഥലത്തും നമ്മൾ ഒരുങ്ങുന്നത് വേറെ അടുത്താ, നമുക്ക് അവിടെ കുറച്ചും കൂടെ നടന്നു പോകണം. അത് നമ്മൾ ജനങ്ങൾ അവിടെ എന്തോരുണ്ടെന്ന് നമുക്ക് കാണുന്നില്ല, നമ്മൾ വേറെ അടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ, ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ, അവര് കളിച്ചോളൂ എന്ന് പറഞ്ഞു. പറ്റില്ല ജാനകി, കളിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്രയെന്നേ ഉള്ളൂ. പക്ഷെ ജാനകി ഇല്ലാതെ കളിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല, ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ അവര് 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോ റെഡി ആയി എന്ന് വെച്ചപ്പോ നമ്മള് സാധാ കോസ്റ്റ്യൂമിൽ തന്നെ ഇരിക്കുക. വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരാം, ഇതേപോലെ തന്നെ കളിച്ചാ പോരെന്ന് ചോദിച്ചു. എനിക്ക് പറഞ്ഞ പറ്റില്ല വെച്ചാൽ കോസ്റ്റ്യൂം ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റില്ല അവിടെ, ചില അത്രയും അതിനത്ര പ്രാധാന്യം ഉണ്ട് ഇവിടെ, ജാനകിക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അവരുടെ ഒരു ഇത് കണ്ടപ്പോ കമ്മിറ്റിക്കാരും ഒരുപാട് ദിവസങ്ങളെ പ്രയത്നമല്ലേ, ചില ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല അത്. അപ്പൊ അത് ഏൺ ചെയ്തെടുക്കാൻ അവർ ഒരുപാട് എഫേർട്ട് അതിലെടുത്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല, ഡ്രസ്സ് മാറി വരാം, കളി അത് 7 മണിയായാലും കുഴപ്പമില്ല, 6:30 പറഞ്ഞ 7 മണിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്ത് എന്നെയും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണടക്കം നിറഞ്ഞു പോയി. ജനങ്ങൾ അത്രയും എത്ര ജനങ്ങൾ നമ്മൾ വേടന്റെ ഒക്കെ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെ ഇങ്ങനെ നമുക്ക് കടക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പോഴത്തിന് ആളുകൾ സെൽഫി എടുക്കാനും ജാനകി വന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോ അങ്ങനത്തെ ഒരു ഇതിൽ പോയപ്പോ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി. കാരണം അത്രയും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു. അതെ, ഒരു പാട്ടിലൂടെ ആണെങ്കിലും അവരെന്നെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആ വശത്ത് ഒരുപാട് പ്രോഗ്രാം ചെയ്തു. അപ്പൊ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്, ഈ പറയുന്ന ഒരുവിധം ജനങ്ങൾ അവിടെ വരുന്നുണ്ട്. ആലപ്പുഴ പരിപാടി വെച്ചാലും കായംകുളത്ത് വെച്ചാലും അവിടെയൊക്കെ ഇവർ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവരെ വരുന്നത്. അപ്പൊ എനിക്ക് അത് സത്യം പറഞ്ഞാൽ സങ്കടമായി. അപ്പൊ ഞാൻ പറഞ്ഞു കമ്മിറ്റിയിൽ ചേട്ടന് ഫുൾ ടൈം കളിച്ചോളാം, പനി ഞാൻ നോക്കത്തില്ല, നീ കളിച്ചോളാം എന്നാണ്, 3 hour ആണെങ്കിൽ കളിച്ചോളാം എന്ന് പറഞ്ഞു. ജാനകി വന്ന് എന്ത് കളിച്ചാലും കുഴപ്പമില്ല, ഇവിടെ ഉണ്ടാവണം, പോവൊന്നും ചെയ്യുന്നതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇത്രയും 3-3.5 വർഷമായി നക്ഷത്രം കൊണ്ട് നടക്കുന്നു, കളിസ്ഥലങ്ങളിൽ പോകുന്നു, ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നു, ജാനകി അംഗീകരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ഇത്രയധികം ജാനകിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊരു വേദി സത്യം പറയുമ്പോ സങ്കടം വരുന്നുണ്ട്. കാരണം അന്നത്തെ വേദി അങ്ങനെയായിരുന്നു, മറക്കാൻ പറ്റില്ല. കാരണം അവരുടെ പാട്ടും ഡാൻസും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ജാനകീനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പല വേദികളിൽ ചെല്ലുമ്പോൾ നമ്മളെവിടെ നിന്ന് എത്തിയെന്ന് നമുക്ക് നല്ല ബോധേടാണ്. നമ്മളെങ്ങനെയാണ് ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നതും ആരാണ് നമ്മൾ എത്തിച്ചതെന്നും നമ്മൾ നല്ല ബോധേടാണ്. അപ്പോൾ ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുവരെയും ചേച്ചി ഒരു സെൽഫി അല്ലെങ്കിൽ ചേച്ചി വായോ അല്ല മോള് വായോ, ഒരമ്മമാരാണ് കൂടുതലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിലും വരുമ്പോൾ ഞാൻ അവരിതുവരയ്ക്കും മാറ്റി നിർത്തിയിട്ട് മാറിയൊക്കെ എനിക്ക് പറ്റൂല, ഞാൻ അങ്ങനെയാണ്, തിരക്കിലാണ്, ഇത് കഴിയട്ടെ, അങ്ങനെ ഇല്ല. ആരെന്റെ അടുത്ത് വന്നാലും ഒരു കുശലം ചോദിച്ചും, അമ്മമാരാണെങ്കിൽ വൈബോട് കൂടി അവരെ കൂടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടായാലും നമ്മൾ അവരെ കൂടെ ചേർന്നിട്ട് തന്നെ നിൽക്കുള്ളൂ. അവരിൽ ഒരാളായിട്ടാണ് ജാനകി എന്ന് നിന്നിട്ടുള്ളത്. അതായിരിക്കാം കൂടുതൽ ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം. ചിരിക്കാതെ അല്ലെങ്കിൽ തിരിഞ്ഞൊരു വാക്ക് ഞാൻ ഒരാളെടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയില്ല.